blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ ദൈവമേ, ഞങ്ങൾ ചേർന്ന് കട്ടപ്പനയിൽ നിന്നുള്ള സുമ വിൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു സ്ഥലത്തിൻ്റെ ഇടപാടിൽ തനിക്ക് കോമ്പൻസേഷൻ, ആ എമൗണ്ട് തിരികെ ലഭിക്കുവാനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവെ, ആ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. സാമ്പത്തികമായ എല്ലാ ബാധ്യതകളും മാറേണ്ടതിനായി അങ്ങോട് പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. വളരെ നല്ലൊരു ഫ്യൂച്ചർ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഈ പ്രോഗ്രാം ചേർന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും 3 മക്കൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ ആ കുടുംബത്തെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അവരുടെ ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you sponsors for sponsoring today's episode. യേശു കർത്താവ് ഒത്തിരി വലിയൊരു അത്ഭുതമാണ് ഈ ബ്രദറിന് ചെയ്തത്. ഇദ്ദേഹത്തിന് 2 വർഷത്തോളമായി കൈയുടെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയിരുന്നു. ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയില്ല. ഭാര്യ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. പെയിന്റിങ് പണി ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ ഒക്കെ മേളിൽ കയറി പെയിന്റിങ് പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒത്തിരി വേദനയിലൂടെ കഴിഞ്ഞ 2 വർഷക്കാലം ഈ ബ്രദർ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രദർ ഇങ്ങനെ നിന്ന് കരയുന്നത്. എന്നാൽ ഇദ്ദേഹം ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു. ഇംഗ്ലീഷിൽ അലോപ്പതി ഡോക്ടർമാരെ കാണിച്ചു. അലോപ്പതി ഡോക്ടർമാർ പറയും അസ്ഥിയുടെ തേയ്മാനം കാരണമാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്, വേദന ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒത്തിരി മരുന്നും കൊടുത്ത് എക്സസൈസ് ഒക്കെ പറഞ്ഞ് അതിനുവേണ്ടി വിട്ടു. അത് കഴിഞ്ഞ് മാറാതെ വന്നപ്പോൾ, ഒത്തിരി നാൾ മാറാതെ വന്നപ്പോൾ ആയുർവേദ മെഡിസിൻ അദ്ദേഹം എടുത്തു. ആയുർവേദ മെഡിസിൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നീര് കെട്ടി കിടക്കുകയാണ്. അപ്പം ഒത്തിരി ആയുർവേദ മരുന്ന് അദ്ദേഹം കഴിച്ചു. എന്നിട്ടും ഒരു കുറവില്ലാതിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ഏപ്രിൽ മാസം 11-ാം തീയതി ഇദ്ദേഹം ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിയൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഷോൾഡർ പെയിൻ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണെന്ന് പറഞ്ഞു. ഷോൾഡർ ബോണിലുള്ള ചില പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അദ്ദേഹം പറയുന്നത്, ഞാൻ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എന്ന പോലെ ഞാൻ അതങ്ങ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ ആ വേദന തന്നെ വിട്ട് പൂർണ്ണമായി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വീട്ടിലെ എല്ലാ ജോലികളും അദ്ദേഹം തന്നെ ഒരു കുഴപ്പവുമില്ലാതെ എടുക്കുന്നുണ്ട്. ജോലിക്ക് പെയിന്റിങ്ങിന് പണിക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്ന് മാത്രമല്ല, ആയുർവേദത്തിന്റെ ഒത്തിരി മരുന്ന് ഇദ്ദേഹത്തിന്റെ ഈ ബാക്കിയുണ്ടായിരുന്നു. അത് മുഴുവൻ തിരിച്ച് ആയുർവേദ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് ഇന്ന് യേശുവിനെ സാക്ഷ്യം പറയാൻ വേണ്ടി അദ്ദേഹം വന്നിരിക്കുകയാണ്. മരുന്ന് മുഴുവൻ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. എന്തൊക്കെയായിരുന്നു ഈ ഷോൾഡറിന്റെ പെയിന്റ്? ആ കാര്യത്തിൽ എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? പല ഡോക്ടറെയും കാണുകയും ചെയ്യണ്ടായി. അപ്പൊ ആയുർവേദത്തിൽ ചെന്നപ്പോൾ അവർ ഇവിടെ നീരിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെന്നപ്പോൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അതും ചെയ്തു. ഇതൊന്നും വയ്യാണ്ടായി പോയി. ഞാൻ തീരെ എനിക്ക് യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് തുടങ്ങിയപ്പോഴാണ് TV പ്രോഗ്രാം കാണാൻ പരിപാടിയായത്. ഈ പരിപാടി കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതല്ലേ ഡാനിയൽ ബ്രദർ പറഞ്ഞു, ഇതുപോലെ ഇവിടെ പെയിൻ വേദനയുള്ള ഒരു സഹോദരൻ്റെ പെയിൻ മാറുകയാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞാൻ കൈവച്ചു. എൻ്റെ എല്ലാം ഞാൻ വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എനിക്കിപ്പോൾ ഒട്ടും വേദനയില്ല. ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ മുതലാണ്, ഇപ്പൊ ഏതാണ്ട് 2 മാസത്തോളമായി. ഈ മരുന്നൊക്കെ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത്
മരുന്നിനെ തിരിച്ച് മടക്കി കൊടുത്തു. ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇനി എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഓ പ്രൈസ് ഗോഡ്, വിശ്വാസത്തിന്റെ വീരനാണ്. ഇനി ആ മരുന്ന് എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് മരുന്നും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു. ഇതിന് ശേഷം ഇപ്പൊ വേദന വന്നിട്ടില്ല. വീട്ടിലെ സകല പണിയും ഭാര്യ ഇല്ലാത്തതുകൊണ്ട് താൻ പറയുന്നത് ഇന്ന് ഭാര്യ തനിന്റെ കൂടെ ഇല്ല, അതുകൊണ്ട് വീട്ടിലെ ജോലിയുണ്ട്, പെയിന്റിങ്ങിന്റെ പണിയുണ്ട്, ഇത് എല്ലാം ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ചെയ്യാൻ യേശു കർത്താവ് തന്നെ സഹായിച്ചു. കൈകൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി, അങ്ങ് കൊടുത്ത വിടുതനായി നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ജനം ചേർന്നുറക്കി ഒരു ആമേൻ പറയാമോ? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അന്ന് ശിഷ്യന്മാരോടും അവിടെയുള്ള ആളുകളോടും പറഞ്ഞെങ്കിൽ ഇന്ന് യേശു സംസാരിക്കുന്നത് നമ്മളോട് ഓരോരുത്തരോടുമാണ്. എന്താണ് യേശു പറയുന്നത്? എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് ജീവിതത്തെക്കുറിച്ചും എന്തുടുക്കും എന്ന ശരീരത്തെക്കുറിച്ചും നിങ്ങൾ വ്യാകുലപ്പെടരുത്. ഓക്കെ. ആഹാരത്തെക്കാൾ ജീവിതവും വസ്ത്രത്തെക്കാൾ ശരീരവും പ്രധാനമാണല്ലോ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വയ്ക്കുന്നുമില്ല. ഓക്കെ, തുടർന്നുള്ള ഭാഗം നമുക്ക് വായിക്കാം. അതിനു മുൻപ് ചില കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ആശ്വാസപ്രദൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കംഫർട്ട് ചെയ്യുന്ന വ്യക്തി യേശുവാണ്. യേശുവിന് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് പോലെ ആർക്കും ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. ഭാര്യമാർ കരയുമ്പോൾ ഭർത്താക്കന്മാർ ആശ്വസിപ്പിക്കും. മക്കൾ കരയുമ്പോൾ മാതാപിതാക്കന്മാർ ആശ്വസിപ്പിക്കും. സുഹൃത്തുക്കൾ കരയുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അടുത്തുള്ളവർ വന്ന് അവരെ, പോട്ടെ മോനെ, കുഴപ്പമില്ല, ഇതെല്ലാം ശരിയാകും, ഇതൊക്കെ പറയാൻ കഴിയും. പലപ്പോഴും ആശ്വാസം കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ പൊള്ള വാക്കുകളായിരിക്കും. ചുമ്മാ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകൾ പറയും. അതിനപ്പുറത്ത് പ്രവർത്തിക്കാൻ പലപ്പോഴും നമുക്ക് പരിമിതികളുണ്ട്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത ആശ്വാസ വാക്കുകൾ പറയുക മാത്രമല്ല, ആശ്വാസം ലഭിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള ശക്തിയും യേശുവിനുണ്ട്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ഉറക്കെ ഹല്ലേലൂയ പറയാമോ? കുറേ കൂടെ ശബ്ദത്തിൽ ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. നമ്മൾ ചുമ്മാ ആശ്വസിപ്പിക്കുകയല്ല. ഉദാഹരണത്തിന് രോഗിയായി വരുന്ന ഒരാളോട് നമ്മൾ പറയാം, അതൊക്കെ മാറിക്കോളും. എന്നാൽ രോഗം മാറ്റാൻ നമുക്ക് കഴിയുമോ? നമുക്ക് സാധ്യമല്ല. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു പറയും, മകനെ, നീ സൗഖ്യമായിരിക്കുന്നു. ആ വാക്കിൽ സൗഖ്യമുണ്ട്. മകളെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ സൗഖ്യം പുറപ്പെട്ടു കഴിഞ്ഞു. അത്രത്തോളം ശക്തനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. യേശു ഒരാളോട് പറയുകയാണ്, മകനെ കരയണ്ട, മകളെ ഭയപ്പെടേണ്ട. ഇതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരച്ചിൽ മാറ്റുന്ന, ഭയം എടുത്തു മാറ്റുന്ന ശക്തി അവനിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവവചനം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്ന വചനങ്ങളിലൂടെ ചുമ്മാ ഒരാശ്വാസമല്ല, അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവശക്തിയൂടെ പുറപ്പെടുന്നുണ്ട്. കൈകളടിച്ച് ആ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ വായിച്ച വാക്യങ്ങൾ 25, 26, 27 വാക്യങ്ങളിലൊക്കെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ആകുലപ്പെടാതെ ചുമ്മാ അങ്ങ് ജീവിച്ചോ എന്നല്ല. നോ, ആകുലങ്ങളെ മാറ്റുന്ന രീതിയിൽ ഞാൻ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ജീവിതത്തിലെ അവസ്ഥകളെ ഞാൻ മാറ്റും. ഉദാഹരണത്തിന്, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ
യേശു ചുമ്മാ വന്ന് മോനെ കരയണ്ട, മോളെ കരയണ്ട എന്നല്ല പറയുന്നത്. സാമ്പത്തിക വഴികളെ തുറന്ന് എല്ലാ കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ്റെ കൈകൾ അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പറവൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ചെറുതല്ല, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആദ്യത്തെ മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ വീടിനല്ല, സാമ്പത്തികത്തിനല്ല, നമ്മളുടെ ഡ്രസ്സിനല്ല, നമ്മൾ കൊണ്ടു നടക്കുന്ന വാഹനത്തിനല്ല. ഒന്നാമത്തെ മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് യേശു ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞത്. അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ടൺ കണക്കിന് കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കണം. എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരപ്പെടുക എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിന് ഒരു അന്തരം, വ്യത്യാസം കൊണ്ടുവരിക, ഒരു വലിയ ചേഞ്ച് ഹൃദയത്തിലും മനസ്സിലും കൊണ്ടുവരിക. അവിടെയാണ് ശാശ്വതമായ വ്യത്യാസം ഉണ്ടാകുന്നത്. അതല്ലാതെ ഭൗതികമായ കുറേ മാറ്റങ്ങൾ മാത്രം കൊണ്ട് ഒരു മനുഷ്യൻ്റെ അവസ്ഥകൾ പൂർണ്ണമായി മാറുകയില്ല. എല്ലായ്പ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് അകത്ത് നിന്നും പുറത്തേക്ക് മാറ്റം കൊണ്ടുവരാനാണ്. എല്ലാവരും പറഞ്ഞ്, അകത്ത് നിന്നും പുറത്തേക്കാണ് മാറ്റം വരേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു വലിയ രോഗം പിടിപെട്ടെന്നിരിക്കട്ടെ, ക്യാൻസർ രോഗം പിടിപെട്ടു. ആ ക്യാൻസർ രോഗത്തെ മറക്കുവാൻ വേണ്ടി ഭയങ്കരമായി മുഖത്ത് പൗഡറെല്ലാം പൂശി, ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട്, ഭയങ്കരമായി അണിഞ്ഞൊരുങ്ങി, നല്ല ഡ്രസ്സ് എല്ലാം ഇട്ട് നടന്നാൽ ക്യാൻസർ മാറുമോ? ക്യാൻസർ മാറണമെങ്കിൽ ശരീരത്തിൻ്റെ അകത്തെ സെല്ലുകളിൽ സൗഖ്യം നടക്കണം, കോശങ്ങളിൽ സൗഖ്യം നടക്കണം. ക്യാൻസർ ബാധിതമായ കോശങ്ങൾ മാറി പുതിയ കോശങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടണം. അതല്ലാതെ പുറത്തൊരു മാറ്റം വന്നതുകൊണ്ട് ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടാകുകയില്ല. യേശു എല്ലായ്പ്പോഴും ചെയ്യുന്നത് ശാശ്വതമായ ഒരു മാറ്റം നമുക്ക് നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ മാറാൻ ആഗ്രഹമുണ്ട്? എന്ന് വെച്ചാൽ ചുമ്മാ ഒരു മാറ്റമല്ല, പാടെ ഒരു വ്യത്യാസം ജീവിതത്തിൽ വരണം, ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമയായി മാറണം. അങ്ങനെ മാറണമെങ്കിൽ ശരിയായ അടിസ്ഥാനങ്ങളിൽ വേണം നമ്മുടെ ജീവിതത്തെ പണിതുയർത്തുവാൻ. ശരിയായ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. യേശുവിനെ ആധാരമാക്കി, യേശുവിനെ ഒരു അടിസ്ഥാനമാക്കി അതിൻ്റെ മേൽ ജീവിതത്തെ പണിയാൻ തുടങ്ങിയാൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉറക്കം ഉണരുന്നത്, കണ്ണ് തിരുമ്മി ഉറക്കം ഉണരുന്നത് യേശുവിന് വേണ്ടിയായിരിക്കണം. ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, ജോലിക്ക് പോക്കോ, പക്ഷേ ജോലി ചെയ്യുന്നതും യേശുവിൻ്റെ മഹത്വത്തിനായി. ഒരു കുടുംബജീവിതം നയിക്കുന്നത്, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കാണും, വിവിധ രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ആ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒളിച്ചോടുകയല്ല വേണ്ടത്, പകരം യേശുവിൻ്റെ മഹത്വത്തിനായി ഞാൻ ഇത് മുഴുമിപ്പിക്കും, മുന്നിലേക്ക് കൊണ്ടുപോകും എന്നൊരു തീരുമാനമാണ് എടുക്കേണ്ടത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. യേശുവിൻ്റെ മഹത്വത്തിനായി ഞാൻ പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി അവൻ്റെ മഹത്വത്തിനായി ജീവിക്കും. ഇതാണ് യേശുവിനെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം. 28-ാമത്തെ വചനം വായിക്കാം. ലില്ലി ചെടികൾ എങ്ങനെ വളരുന്നുവെന്ന് ചിന്തിക്കുവിൻ. ഓക്കെ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. എങ്കിലും ശലോമൻ പോലും തൻ്റെ സകല പ്രഭാവത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല. സ്വർഗത്തിലെ ദൈവമാണ് വയലിലെ ലില്ലിച്ചെടികളെ വളർത്തുന്നത്, അവയ്ക്ക് സൗന്ദര്യം നൽകുന്നത്. ഏറ്റവും മഹാനായ രാജാവായിരുന്ന സോളമൻ, ഏറ്റവും ജ്ഞാനിയായിരുന്ന ആ വ്യക്തി പോലും സകല പ്രതാപത്തോടുകൂടി വാണരുളുമ്പോൾ ലില്ലിച്ചെടിയെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല. കാരണം അവനെ അണിയിച്ചൊരുക്കിയത് മനുഷ്യരാണെങ്കിൽ ലില്ലിച്ചെടിയെ അണിയിച്ചൊരുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. വായിക്കാം താഴേക്ക്. ഇന്നുള്ളതും നാളെ തീയിൽ ഇട്ടുകളയുന്നതുമായ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര അധികം.
ഒന്നോ രണ്ടോ ദിവസം മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വയലിലെ സസ്യത്തെ ദൈവം സൗന്ദര്യത്തോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയധികം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. എത്ര പേർ ആമേൻ പറയും? തുടർന്ന് വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാകുലപ്പെടരുത്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഇതിനെ വ്യാഖ്യാനിച്ചാൽ ഭൗതികമായ ഓരോ ആവശ്യങ്ങളുടെ മുമ്പിൽ ലോൺ എങ്ങനെ ഞാൻ അടയ്ക്കും, കുഞ്ഞുങ്ങളുടെ ഫീസ് ഞാൻ എങ്ങനെ കൊടുക്കും, അടുത്ത മാസത്തെ ചെലവുകൾ എങ്ങനെ നടത്തും, ചിട്ടിയിലെ പൈസ എങ്ങനെ ഞാൻ കൊടുക്കും, ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ ആ സമയത്തെല്ലാം യേശുവിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ എന്ന നിലയിൽ വാക്കുകൊണ്ട് പറയണം, യേശു അത് ചെയ്തോളും, യേശു എനിക്ക് വേണ്ടി അത് ചെയ്യും, സ്വർഗത്തിലെ പിതാവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മുന്നിലേക്ക് ചുവടുകൾ വയ്ക്കാനാണ് യേശു നമ്മെ ഉപദേശിക്കുന്നത്. അടുത്ത വചനങ്ങൾ വായിക്കാം. വിജാതീയരാണ് ഈ വക അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവവിശ്വാസമില്ലാത്ത വ്യക്തികളാണ് ഈ വക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. വായിക്കാം. ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന് അറിയാം. ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ദൈവത്തിന് അറിയാം. വായിക്കാം. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും. ഒരു വിജയകരമായ ജീവിതത്തിൻ്റെ താക്കോലാണ് മത്തായി 6:33 നമ്മൾ കാണുന്നത്. എന്താണ് ആ താക്കോൽ? മുൻപേ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, അതോടുകൂടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങളെ കർത്താവ് നിവർത്തിച്ചു തരും. കൈകൾ മലർത്തി പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പറയാം. മുൻപേ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ എൻ്റെ ദൈവം സ്വർഗത്തിലെ പിതാവ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അടുത്തൊരു വചനം കൂടെ വായിക്കാം. 34-ാമത്തെ വചനം. അതുകൊണ്ട് നാളെക്കുറിച്ച് അഥവാ ഭാവിയെക്കുറിച്ച് വ്യാകുല ചിത്തരാകരുത്. നാളത്തെ ദിവസം അതിനായി തന്നെ വ്യാകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസവും അതതിൻ്റെ കാര്യങ്ങൾ നടന്നു പൊക്കോളും, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. അനേക വർഷങ്ങൾക്ക് മുൻപ്, ശ്രദ്ധിച്ചു കേൾക്കുക, അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ ജനത്തെ അഥവാ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കൊണ്ടുപോയ ചരിത്രം വായിച്ചിട്ടുണ്ട്. ഏകദേശം 40 വർഷങ്ങളിലധികം അവർ മരുഭൂമിയിലായിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ 3 ദിവസങ്ങൾ അവർക്ക് കുടിക്കുവാൻ വെള്ളം കിട്ടിയില്ല. നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാപ്പിൽ 3 ദിവസം വെള്ളം വന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ റോഡരികിലെ ടാപ്പിൽ വെള്ളമെടുക്കാൻ ചെല്ലുമ്പോൾ 3 ദിവസം വെള്ളമില്ല. സാധാരണ ചില നാടുകൾ, ചില ഗ്രാമങ്ങൾ കാണാം, ഒരു പബ്ലിക് ടാപ്പ് ഉണ്ടെങ്കിൽ കുടങ്ങൾ ഇങ്ങനെ ക്യൂ ആയി ഇങ്ങനെ നിരത്തി വെച്ച് കാണും. ആദ്യം വന്ന ഊഴമനുസരിച്ചാണ് വെള്ളം നിറയ്ക്കാനുള്ള അവസരം കിട്ടുക. കിണറ്റിൽ വെള്ളമില്ലെന്നിരിക്കട്ടെ, 3 ദിവസമായി വെള്ളമില്ല. നിങ്ങളെങ്ങനെ കുക്ക് ചെയ്യും? എങ്ങനെ കുളിക്കും? എങ്ങനെ കുടിക്കും? 3 ദിവസം. അത് 5-10 മനുഷ്യരല്ല, 20-30 ലക്ഷം മനുഷ്യർക്കാണ് വെള്ളം വേണ്ടത്. അത്രയും വലിയ ഒരു ജനാവലിയാണ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ സമയത്ത് 3 ദിവസങ്ങൾ അന്വേഷിച്ച് അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, ഇതിലൊരു ദൈവിക സന്ദേശമുണ്ട്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ വെള്ളമുണ്ട്. ഓടിച്ചെന്ന് അവർ ആ വെള്ളമെടുത്ത് വായിലേക്ക് ഒഴിച്ചപ്പോഴാണ് മനസ്സിലായത് കാഞ്ഞിരം പോലെ കയ്ക്കുന്ന വെള്ളമാണ്. എല്ലാവരും ദാഹിച്ചിരിക്കുകയാണ്, പക്ഷെ കയ്പുള്ളത് കൊണ്ട് കുടിക്കാൻ വയ്യ. ആ സമയത്ത് അവർ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ നേതാവായ മോശെ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഉടൻ തന്നെ മോശയ്ക്കൊരു വൃക്ഷത്തടി കാണിച്ചു കൊടുത്തു. അദ്ദേഹം ചെയ്തത്, ആ വൃക്ഷത്തടി എടുത്ത് ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ കയ്പ് മാറി ശുദ്ധമായി നല്ല വെള്ളമായി അത് മാറി. ഇതിലെ സന്ദേശം ഞാൻ പറയാൻ പോവുകയാണ്. ജീവിതത്തിൽ ആരെങ്കിലും ഇതുപോലെ വളരെ ദുഃഖിതമായി, വളരെ കയ്പോടെ
വ്യസനപാത്രമായി കണ്ണുനീരിൻ്റെ ചാലുകളിലൂടെ നടക്കുന്നവരുണ്ടെങ്കിൽ ആ വൃക്ഷം എറിഞ്ഞതുപോലെ യേശുവിനെ അതിനകത്തേക്ക് ഇടാമെങ്കിൽ ആ കയ്പ് മുഴുവൻ മാറി. അവിടെയുള്ള കയ്പ് ആയിരുന്നുകൊണ്ട് ആ സ്ഥലത്തിന് തന്നെ മാറ എന്നാണ് അവർ പേർ വിളിച്ചത്. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം ബിറ്റർ എന്നാണ്. എബ്രായ ഭാഷയിൽ മാറ എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ് അർത്ഥം. ഈ കയ്പ് മുഴുവൻ മാറി ശുദ്ധ വെള്ളമായി അത് മാറിയതുപോലെ ജീവിതത്തിലെ കയ്പുകളെ മാറ്റുവാൻ യേശുവിന് സാധിക്കും. ഇന്ന് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ വളരെ കയ്പ് നിറഞ്ഞ ജീവിതമായി ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ യേശു എന്ന വൃക്ഷത്തെ മോശെ വെള്ളത്തിലേക്ക് വൃക്ഷത്തടിയിട്ടതുപോലെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആ കയ്പിൻ്റെ സാഹചര്യങ്ങളിലേക്ക് യേശുവിനെ ഇട്ടുതരാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർ അത് സ്വീകരിക്കും, അവരുടെ ജീവിതത്തിലെ കയ്പ് കർത്താവ് എടുത്തു മാറ്റും. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും അങ്ങ് വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയിക്കുന്ന ചിലരുണ്ട് അകത്ത്, ഇതൊക്കെ ശരിയാണോ? പക്ഷേ അവരെ പോലും കർത്താവ് ഇന്ന് തൊടുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ശക്തി അവർ മേൽ വരട്ടെ. താങ്ക് യു ജീസസ്. രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന രോഗമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സ്പർശിക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആൺകുട്ടിയാണ്. തൻ്റെ ശരീരത്തിലെ മസിലുകൾ വീക്കാവുകയും പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ എന്താകും ഭാവി എന്ന് വിചാരിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നു. ശരീരം വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ആ ദൈവിക വിടുതലിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എല്ലുകളുടെ തേയ്മാനം മൂലം പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. അതുപോലെ കരളിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകുന്നു. കിഡ്നികൾ, പ്രവർത്തിക്കാത്ത കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ആമാശയത്തിനകത്തുള്ള ചില തകരാറുകൾ സൗഖ്യമാകുന്നു. ഗോൾ ബ്ലാഡറിൻ്റെ സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായി മാറിപ്പോട്ടെ. ശരീരത്തിലെ മുഴകൾ മാറിപ്പോട്ടെ. അലർജികൾ മാറട്ടെ. സ്കിൻ ഡിസീസുകൾ മാറട്ടെ. കുട്ടികളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കർത്താവേ, അങ്ങ് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. കർത്താവെ, അത്ഭുതകരമായ വിടുതലുകൾക്കായി ഇപ്പോൾ നന്ദി പറയുന്നു. ഷോൾഡറിലുള്ള പെയിൻ ഒരു വ്യക്തിയിൽ നിന്നും നിമിഷ നേരം കൊണ്ട് മാറിപ്പോകും. ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ പ്രത്യേകിച്ച് വിഷയങ്ങളോ പേരോ ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും കൈനീട്ടി വിശ്വാസത്താൽ വിടുതൽ സ്വീകരിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് കോഴഞ്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. അതിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേരെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അനുഗ്രഹിച്ചിട്ടുള്ള എൻ്റെ പ്രാർത്ഥന ഡയറി അല്ലെങ്കിൽ മൈ പ്രെയർ ഡയറി എന്ന ഈ പുസ്തകമാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവേഷ്ടപ്രകാരം പ്രാർത്ഥിക്കേണ്ടതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആയിരങ്ങൾ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടാം. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് ഓഫീസ് ടൈമിൽ നിങ്ങൾക്കിത് ആവശ്യപ്പെടാം. കൂടാതെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോഴും നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പബ്ലിഷ് ചെയ്യപ്പെട്ട വിവിധ പുസ്തകങ്ങൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് പങ്കെടുക്കുമ്പോൾ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും നിരവധി സ്ഥലങ്ങളിൽ
ബ്ലെസ്സിങ് സെൻറ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവവചനം കൂടുതൽ പഠിക്കാനും ഒത്തിരി അനുഗ്രഹിക്കപ്പെടാനും അതിലൂടെ ഇടയാകും. അതുകൊണ്ട് ദയവായി വരണം. തിങ്കളാഴ്ച നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. Bye-bye. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്. 1 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ ഇസ്രായേലിൽ വാണിജ്യത്തിന് വേണ്ടി കപ്പലുകൾ പണിത രാജാവ് ആര്? നെയിം ദ കിങ് ഹു ബിൽഡ് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് ഫോർ ട്രേഡ്. ഓപ്ഷൻസ്: എ ശലോമോൻ, ബി ദാവീദ്, സി ഹീരാം, ഡി ഫറവോ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. The theme of my message is the God who protects his children. എൻ്റെ സന്ദേശത്തിൻ്റെ തീം എന്നുള്ളത് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു.